ഫെയിലിയേഴ്സ് വന്നപ്പോൾ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടോ? നീ പൊക്കോ, നീ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ പറഞ്ഞു. എന്നോട് അങ്ങനെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല, ആരോടും മിണ്ടത്തില്ല, റൂമിനകത്ത് കയറി അടഞ്ഞിരിക്കുമായിരുന്നു. എനിക്കൊന്നുമില്ല, കയ്യിൽ ഒരു ബാലൻസ് ഇല്ല. അതായത് എന്റെ അക്കൗണ്ടിലെ കാശും എന്റെ പേഴ്സിലെ കാശും കൂടെ കൂട്ടിയത് 36 രൂപയുള്ളൂ. അന്ന് ഞാൻ സങ്കടപ്പെട്ട അച്ഛനെ ഞാൻ വിളിച്ചു. അന്ന് ഒരു ദിവസം ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ രാത്രി വിട്ടുകളാം. മേ ബി അതിന്റെ ഡിപ്രഷൻ സ്റ്റേജ് ആയിരുന്നായിരിക്കാം. എനിക്കിപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞാണെന്ന് സിജോ ചേട്ടൻ പോണെന്നൊക്കെ പറഞ്ഞാൽ ആരോ വിളിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പഴയ ഓർമ്മയില്ല. ഇപ്പോഴും ആ ഒരു റിയലൈസേഷനിലേക്ക് വന്നിട്ടില്ല. ഈ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അച്ഛനേക്ക് പറഞ്ഞിട്ടില്ല. കല്യാണം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ബിഗ് ബോസ് നിങ്ങക്ക് പറ്റും എന്നെ കാണാതെ. അപ്പൊ ഒരു വർത്താനം, നിനക്ക് എന്നെ 24 മണിക്കൂറും കാണാമല്ലോ, അപ്പൊ നിങ്ങക്ക് എന്നെ കാണണ്ടേ? നമ്മൾ ബിഗ് ബോസിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടോ നമ്മളൊന്നും വലിയ ആളൊന്നും ആവില്ല. അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു യൂട്യൂബ് ബ്ലോഗറാണ്, അതുകൊണ്ട് ഒരിക്കലും എന്റെ ലൈഫിൽ ഏറ്റവും സക്സസ് ആയിട്ടേ ഇല്ല. അടുത്ത സീസൺ വരട്ടെ, നമ്മളെ ആൾക്കാരും മറന്നു. അപ്പൊ ഒരിക്കലും ബിഗ് ബോസോ അല്ലെങ്കിൽ യൂട്യൂബോ ഒന്നും വലിയൊരു കാര്യമൊന്നുമല്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇപ്പൊ നിങ്ങൾ ഐ ലവ് യു എല്ലാം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരേജിന്റെ കാര്യം വീട്ടിൽ പറയണം. അതിന് മുന്നേ പിടിച്ചിരുന്നോ? അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? ചത്താലും പറയലേടി. ഞങ്ങളൊരിക്കൽ തിരുവല്ലയില് സിനിമയ്ക്ക് കാണാൻ പോയി. അടുത്ത തിരുവല്ലയിൽ സിനിമയ്ക്ക് പോയി. ചേനശ്ശേരിയിൽ ഏതായാലും പോകാൻ പറ്റത്തില്ല. ഞാൻ ഏതായാലും ആലപ്പുഴ വരുത്താൻ ഉച്ച സമയം എടുക്കും. അതുകൊണ്ട് എനിക്ക് ബസ് കയറാൻ അത്ര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു അത്ര. എനിക്ക് പോകേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അച്ഛൻ തിരുവല്ലയ്ക്ക് വന്നു, ഞാനും തിരുവല്ലയ്ക്ക് വന്നു. ഞങ്ങൾ സിനിമ കയറി. സിനിമ കണ്ട കഴിഞ്ഞു, എല്ലാം കുഴപ്പമില്ല. ഇറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏതോ ഒരാൾ ഞങ്ങളെ കണ്ടു. പപ്പാരെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നപ്പം ആരാ എന്താന്നൊക്കെ ചോദിക്കുള്ളൂ, സ്വാഭാവികം. അത് ആ ഒരു ടോണും അറിയാമല്ലോ എങ്ങനെ ചോദിക്കുന്നു. സൗമ്യമായിട്ട് ഒരിക്കലും ചോദിക്കത്തില്ല. ചോദിച്ചു, ഇല്ല ഞാൻ പോയില്ല ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും കണ്ടത് ചേച്ചിനെയാന്ന്. ആരെ കണ്ടാന്ന് എനിക്കും അറിയത്തില്ല. പറഞ്ഞു. അപ്പൊ ഞങ്ങള് പറഞ്ഞു, നീ ഇപ്പൊ പോയി എന്നാണ് പറയുന്നെങ്കിൽ എന്റെ കൂടെ പോയെന്ന് പറയരുത്. കാരണം ഞാൻ ഒരു ലവർ ഉണ്ടെന്ന് ഇപ്പൊ പറയരുത്. കാരണം അന്ന് ഞാൻ ആലോചിച്ച കാര്യം ഇതാ. ഇപ്പൊ എന്റെ കാര്യം അന്ന് വീട്ടിൽ അറിഞ്ഞിരുന്നെങ്കിൽ സിജോ എന്ന് പറഞ്ഞ ആളെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്ക് അന്ന് ഞാൻ യൂട്യൂബിൽ പോലും വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. എനിക്കന്നും സാമ്പത്തികം ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ മോശമല്ലാത്ത അഭിപ്രായം കേൾക്കും. പക്ഷെ ജോലിയും കൂടി ഇല്ലാത്ത ഒരുത്തിന് എങ്ങനെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും? ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ എന്റെ കൂടെ അന്ന് പറയണ്ട. അറ്റ കൈക്ക് ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്രണ്ടിന്റെ കൂടെ പോയി, ഒരു കൂട്ടുകാരത്തിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞു. കാരണം പപ്പ നേരിട്ട് കണ്ടതല്ലല്ലോ, വേറൊരാള് കണ്ടിട്ട് പപ്പ എടുത്ത് പറഞ്ഞതാ. അപ്പൊ അയാളത്ര ക്ലാരിറ്റി കണ്ടു കാണത്തില്ല. അപ്പൊ നമുക്കതൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാനത് പറഞ്ഞ് ഇവളെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇവളെ കൊണ്ടത് അവിടുത്തെ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ ഞാൻ പറയട്ടെ, ലാസ്റ്റ് അച്ഛൻ ഞാൻ പറയട്ടെ, എന്നോട് ചോദിക്കുമല്ലേ, പറഞ്ഞു ഇപ്പം കുഴപ്പമില്ലല്ലോ, പറഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാന്ന്. ഇല്ല പറയല്ലേ എനിക്ക് പണിക്കൂലിയൊന്നും ഇല്ല, ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഒരു 2021 അല്ല 2019 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ വർഷം ആയതുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു സിനിമയ്ക്കും പോയിട്ടില്ല. അന്നുകൊണ്ട് സിനിമ കാണൽ നിർത്തി. പിന്നെ സിനിമയ്ക്ക് പോകുന്നത് ഇപ്പൊ മാർക്ക്. അപ്പം ഇപ്പം സിൻഡോ ചേട്ടന് ആ ഒരു ടൈമില് ജോലിയും കൂലിയും ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം ഇൻസ്പിറേഷൻ ആയോ എങ്ങനെയെങ്കിലും? അല്ല, ജോലി ഇല്ലാഞ്ഞിട്ടും ഇപ്പൊ വീട്ടിൽ പിടിച്ചല്ലോ. വീട്ടിൽ പിടിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും ഏതെങ്കിലും പൊസിഷനിൽ എത്തി പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നൊരു സാധനം. പെട്ടെന്ന് മനസ്സമ്മതം കഴിഞ്ഞപ്പോ പോലും ഇല്ലായിരുന്നു വേഗം കെട്ടണം. അത് 2025 ജൂൺ ആക്കിയാലോ? അണ്ണനോട് ചോദിച്ചതാണോ? അതെന്താ? അത് ഞാൻ ആദ്യം പ്രേമിക്കുന്ന സമയത്ത് 2021 നവംബർ 21 കെട്ടാന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും ആദ്യം പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അന്ന് എനിക്ക് ഈ പറയാനാണെങ്കിൽ അതൊരു മട്ടത്രയും പോലെ ഞാൻ പറയാം. ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ഞാൻ പറഞ്ഞു പണ്ടൊരു MLM കമ്പനി ഞാൻ പറഞ്ഞു. അപ്പൊ അതിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ വിചാരം ഞാൻ ഭയങ്കരമായിട്ട് കാശുണ്ടാക്കുന്ന ഒരുത്തനാവുന്നതാണ് വിചാരം. അപ്പൊ അന്ന് അതിന്റെ വീക്കിലി
വരുമാനം എന്ന് പറയുന്നത് 2,10,000 ആ ആ 21,000,000 അങ്ങനെയാണല്ലോ കുറെ 0. അപ്പൊ ഈ 21 എന്നുണ്ടല്ലോ, അപ്പൊ 2021 നവംബർ 21 ഓ മനസ്സിലായോ? അപ്പൊ ആ ഒരു ഡേറ്റ് അങ്ങനെ 21 ഇങ്ങനെ വരാനായിട്ട്. അത് അപ്പൊ ഞാൻ ആ 2,10,000 മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ടാണ് ഈ 21 എന്നുള്ള ഡേറ്റ് വെച്ചിട്ട് വെള്ളത്തിൽ ചുമ്മാ ഒരു ഡേറ്റ് പറയണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ 2021 നവംബർ 21 മുന്നേ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ കുറെ ഡയലോഗ് പറഞ്ഞു, ഈ പുതിയ വീട് വെച്ച് ആ പുതിയ വീടിനകത്ത് പുതിയ കാറിൽ എല്ലാം പുതിയതാ പറഞ്ഞത്. അപ്പൊ 2021 നവംബർ 21 അന്ന് ഞാൻ വീണ്ടും മറ്റേ പിച്ചച്ചട്ടി എടുത്തിട്ട് നിന്ന് ആ വർഷം കടന്നു ഒന്നും ആയില്ല. അപ്പൊ ചോദിച്ച പോലെ നമ്മള് ഈ ആ സമയത്ത് സാമ്പത്തികം ഇല്ലെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്തു. വണ്ടി കച്ചവടം ചെയ്തു, പട്ടി കച്ചവടം ചെയ്തു, മീൻ കച്ചവടം ചെയ്തു, ട്യൂട്ടോറിയൽ നടത്തി, വേറെന്തൊക്കെയുള്ള അങ്ങനെ എന്തൊക്കെയോ ഒരുപാട്. നമ്മള് കാശുണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യം ചെയ്യും. ഞാൻ വളരെ മിടുക്കനായതുകൊണ്ട് വളരെ പെട്ടെന്ന് പൊട്ടിയിട്ടത് കുത്തുവാളെടുക്കും. അതായത് ഇപ്പൊ ഞാൻ പട്ടി ബിസിനസ് ചെയ്തൊരു സംഭവം ഉണ്ട്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ എന്റെ വീട്ടിൽ കുറെ പട്ടിക്കൂട് കെട്ടി, ഒരു 7-8 പട്ടിക്കൂട് നിരത്തി കെട്ടി, ഒരു 13 പട്ടിന്റെ വീട്ടിലേക്ക് വാങ്ങിച്ചു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും നിറച്ച് പട്ടികൾ വന്നു. പട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ എന്റെ ധാരണ എന്താണ്, ഈ പട്ടികളൊക്കെ പ്രസവിക്കും. ഒരു 6-7 പെൺപട്ടി ഉണ്ട്, എന്നിട്ട് വിൽക്കാം, കുഞ്ഞുങ്ങളാവുമ്പോ വിൽക്കാം. ഇതാണ് എന്റെ ധാരണ. ഞാൻ വാങ്ങിച്ച പട്ടികൾ പ്രസവിക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്റെ ഒരു 10,000 രൂപയ്ക്ക് വാങ്ങിച്ച പട്ടിയായിരിക്കും. ഈ പട്ടിക്ക് എല്ലാ ദിവസവും ഫുഡ് കൊടുക്കണ്ടേ, അത് ഭയങ്കര ചിലവാണ്. ഞാൻ 10,000 രൂപയ്ക്ക് വാങ്ങിച്ച പട്ടി പിന്നെ 1000 രൂപ വിൽക്കും. അപ്പൊ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ഞാനൊരു ഫിഷിന്റെ ബിസിനസ് ചെയ്തു അതിന്റെ ഇടയ്ക്ക്. അപ്പോൾ ഓൺലൈനാണ്, സാധാരണ മീൻ കച്ചവടം അല്ലേ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആപ്പിലൂടെ മീൻ സെയിൽ ചെയ്യാം എന്നുള്ള ധാരണയിലേക്കാണ്. വേണ്ട ഒരു കൂട്ടുകാരനെ കൊണ്ട്, നമ്മുടെ ടീറ്റിനെ കൊണ്ട് ആപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. അപ്പൊ ഏറ്റവും ആദ്യം അതിന്റെ ഒരു പ്രാരംഭം എന്നുള്ള രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് 4 വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഒരു വാട്സപ്പിൽ 250 പേര് വെച്ച് ഞങ്ങൾ ഒരു 1000 പേരെ ഗ്രൂപ്പിലേക്ക് പല സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ആഡ് ചെയ്തു, ഒരു ലൊക്കേഷനിലുള്ള. അപ്പൊ ഈ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോഴത്തേക്കും ഈ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ മീനിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് 1 കിലോ മീൻ ഇത്ര രൂപ എന്നും പറഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെസ്സേജ് അയക്കും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ആൾക്കാർ ഓർഡർ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 1000 പേരിൽ നിന്ന് ഒരു ദിവസം ഒരു 10, 60, 80 ഓർഡർ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ രാവിലെ വെച്ചേക്കുന്ന മീൻ മൊത്തം നമുക്ക് സെയിൽ ചെയ്ത് മാറ്റാം. ആദ്യത്തെ ഒരു മാസം ഗംഭീരമായിട്ട് സംഭവം മുന്നോട്ട് പോയി. അടുത്ത മാസം തൊട്ട് ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു മാസത്തെ കണക്കെടുത്താണ് നമ്മൾ പിന്നെ മീൻ എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു എല്ലാം കൂടെ 100 കിലോ മീൻ എടുത്തെങ്കിൽ പിന്നീട് 200 കിലോ മീൻ എടുക്കാൻ തുടങ്ങി. അപ്പം ഓർഡർ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ നോമ്പ് മാസമോ അല്ലെങ്കിൽ ഈ വ്രതത്തിന്റെ മാസമോ കാണുമല്ലോ, അത് നമ്മൾ നോക്കില്ല. അപ്പൊ മീൻ ആൾക്കാർ അത്ര വാങ്ങിയില്ല. അപ്പൊ നമ്മൾ 200 കിലോ മീൻ വാങ്ങിക്കുന്ന ദിവസം 50 കിലോ മീൻ പോലും സെയിൽ ആക്കില്ല. അപ്പൊ ബാക്കി 150 കിലോ മിച്ചം വരുമല്ലോ. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നേരെ മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു തറപ്പാളൊക്കെ വെച്ചിട്ട് കിലോക്ക് 10 എന്ന് പറഞ്ഞിട്ട് വിൽക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ആ രീതിയിലൊക്കെ അപ്പൊ ഞാൻ ചെയ്ത ഓരോ ബിസിനസ് ഇങ്ങനെ പൊട്ടി പോകും. അപ്പൊ നമുക്കറിയാം കാശ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം, കാശിന്റെ ആവശ്യം ഉണ്ടെന്ന് അറിയാം, അതിന് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യാനുള്ള മനസ്സുണ്ട്. പക്ഷെ അതൊന്നും സക്സസ് ആവില്ല. അങ്ങനെ ഒരുപാട്. എപ്പോഴാണ് യൂട്യൂബ് ചാനല്, ബിഗ് ബോസ്, ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്താണ് സിൻഡോ ചേട്ടൻ ഇരിക്കുന്നത്? അല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നതല്ല. നമുക്കൊരു ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറയും, നമ്മൾ ബിഗ് ബോസിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടോ നമ്മളൊന്നും വലിയ ആളൊന്നും ആവില്ല. അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയ സക്സസ് പോയിന്റ് അതാണെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാനും പാടില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും എന്നോട് പറഞ്ഞ കാര്യമാണ്, ബിഗ് ബോസിൽ ഞാൻ പോയി, ഓക്കെ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു യൂട്യൂബ് ബ്ലോഗറാണ്, അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഏറ്റവും സക്സസ് ആയിട്ടേ ഇല്ല. എനിക്കിനി ഒത്തിരി മുന്നോട്ട് പോകാനായിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത സീസൺ വരട്ടെ, നമ്മളെ ആൾക്കാർ മറന്നു അല്ലെ. ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും സിജോ എന്നും പറഞ്ഞ് കൈ കാണിക്കുന്ന ആൾക്കാരുണ്ടാവാം. മേ ബി ഒരു 2 സീസൺ കഴിയുമ്പോഴത്തേക്കും സിജോ പോയി. അപ്പോൾ ഒരിക്കലും ബിഗ് ബോസോ അല്ലെങ്കിൽ യൂട്യൂബോ ഒന്നും വലിയൊരു കാര്യമൊന്നുമല്ല. നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖല ഏതാണോ ആ പ്രവർത്തന മേഖലയിൽ സക്സസ് ആവണം എന്നാൽ മാത്രം. അത് എന്റെ മേഖല എന്താണ്, ചിലപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ ഞാൻ സക്സസ് ആയാൽ മാത്രമേ ഞാനൊരു സക്സസ് പേഴ്സൺ ആവുള്ളൂ. ഇവിടെ ആയിട്ടില്ല, ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ഫെയിലിയർ ആയി പോവല്ലേ. അപ്പൊ ഞാൻ ഈ യൂട്യൂബ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വരാൻ കാരണം, ഞാൻ ടീച്ചറായിരുന്നു ബേസിക്കലി. അപ്പോൾ മാൽഡീവ്സിലേക്ക് ഒരു ഇന്റർവ്യൂ എനിക്കുണ്ട്. ആ ഇന്റർവ്യൂ ഉള്ള സമയത്ത് എനിക്ക് കോവിഡായി. അപ്പോൾ എന്റെ ഫൈനൽ ഇന്റർവ്യൂവിന്റെ അന്നാണ്, ആ ദിവസങ്ങളാണെങ്കിൽ കോവിഡ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്റെ ആ ജോലി നഷ്ടമായി, പറ്റിയില്ല. അപ്പോൾ എനിക്ക് അച്ചു പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്ത് നോക്കൂ എന്നിങ്ങനെ പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ. ആദ്യം എന്റെ യൂട്യൂബ് ചാനലും ഫെയിലിയർ ആയിരുന്നു. ഞാൻ ആദ്യം തുടങ്ങി യൂട്യൂബ് ചാനൽ പൊട്ടിപ്പോയി, അത് സക്സസ് ആയില്ല. ഫെയിലിയർ കണ്ടോണ്ടിരിക്കും. നമുക്ക് ഒരു ചാൻസ് ആയിരുന്നു മാൽഡീവ്സിലേക്ക്, പക്ഷെ അത് കിട്ടിയില്ല. അത് അങ്ങനെ ആയിപ്പോയി, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണ്ടേ.
അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു. എപ്പോഴെങ്കിലും ഇങ്ങനെ ഫെയിലിയേഴ്സ് വന്നപ്പോൾ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഒരു തവണ എനിക്ക് എന്റെ ബോഡി വെയിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടും ചില സമയങ്ങളിൽ. അതായത് ഇപ്പൊ ബിഗ് ബോസ് വെച്ചിട്ട് എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് അതായത് എനിക്ക് എന്റെ ഈ ഡിപ്രസ്ഡ് ആയി പോകുന്നത്, എനിക്ക് എന്താ ഡിപ്രഷൻ എന്ന് എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഐ മീൻ ചിലപ്പോ ഞാൻ അങ്ങനെ ആദ്യം കരയുന്ന ആളല്ല, അങ്ങനെ എപ്പോഴും ഞാൻ ആൾക്കാരെ കാണുമ്പോൾ ഫണ്ണായിട്ട് സംസാരിക്കും, പക്ഷെ മാനസികമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അച്ചു എന്താ പറഞ്ഞ പോലെ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നു, അത് ഫെയിലിയർ ആവുന്നു, ജോലി എനിക്കന്ന് നഷ്ടപ്പെടുന്നു, അപ്പൊ എനിക്കൊന്നുമില്ല, കയ്യിൽ ഒരു ബാലൻസ് ഇല്ല. ഒരു ദിവസം ഞാൻ അച്ഛനെ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എനിക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഭയങ്കര കൊതു തോന്നുന്നുണ്ട്, പക്ഷെ എൻ്റെ എല്ലാം കൂടെ 36 രൂപ ബാലൻസ് ഉള്ളൂ. അതായത് എൻ്റെ അക്കൗണ്ടിലെ കാശും എൻ്റെ പേഴ്സിലെ കാശും കൂടെ കൂട്ടിയത് 36 രൂപയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ തോന്നി. അന്ന് ഒരു ദിവസം ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ രാത്രി വിട്ടുകളഞ്ഞു. അതായത് നാട് വിടുക എന്നുള്ള ഉദ്ദേശിച്ചൊന്നും അല്ല കേട്ടോ, എന്തെങ്കിലും ചെയ്യണ്ടേ, നമ്മളിങ്ങനെ നമ്മള് ബൈക്കിൽ പോവല്ലോ, ഈ നമ്മളിങ്ങനെ സങ്കടം വരാൻ. അന്ന് എന്റെ ബോഡി വെയിറ്റ് കുറെ കുറഞ്ഞു, ഒരു 10 കിലോയോളം അന്ന് എന്റെ ബോഡി വെയിറ്റ് കുറഞ്ഞു. മേ ബി അതിന്റെ ഡിപ്രഷൻ സ്റ്റേജ് ആയിരുന്നായിരിക്കാം, എനിക്കറിയില്ല അതിനെപ്പറ്റി. പിന്നീട് എനിക്ക് ബോഡി വെയിറ്റ് കുറയുന്നത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളിലാണ് പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മള് അന്ന് ഞാൻ സങ്കടപ്പെട്ട അച്ഛനെ ഞാൻ വിളിച്ചു, ഞാൻ ലൈഫിൽ എന്ത് ചെയ്യും, ഞാൻ ഇനി ഒന്നും എനിക്ക് പറ്റുന്നില്ല, മേ ബി ഇതിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഒരിക്കലും സക്സസ് ആവത്തില്ല ലൈഫിൽ. അപ്പോഴെനിക്ക് പറഞ്ഞല്ല, നിങ്ങളത് മുന്നോട്ട് പോകും, ശരിയാവും എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കൊരു ബലം കിട്ടും, അങ്ങനെ പോകും. ടേപ്പിന്റെ കാലഘട്ടത്തിൽ ഒരു മാതൃകയാണ് ചേച്ചി. അല്ല നീ പൊക്കോ, നീ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ പറഞ്ഞു. എന്നോട് അങ്ങനെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുള്ളൂ. അതാ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ എനിക്കൊന്നും പറ്റുന്നില്ല, അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല, ആരോടും മിണ്ടത്തില്ല, റൂമിനകത്ത് കയറി അടഞ്ഞിരിക്കുമായിരുന്നു. ഇടയ്ക്ക് പുറത്ത് എന്നെ വിളിച്ചാൽ എടുക്കത്തില്ല, സംസാരിക്കത്തില്ല, അങ്ങനെ ഒരു രീതി പോയായിരുന്നു സമയത്ത് തീരെ. പക്ഷെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ആരും മോണിറ്റൈസ്ഡ് ആവത്തുമില്ല, ഒന്നും ആകത്തില്ല. ആദ്യം ഒന്നും കേറുന്നില്ല, അത് നിങ്ങൾ സമയം കൊടുക്ക്, അത് നിങ്ങൾ ചെയ്യും, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്താലേ അതിന് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് മോണിറ്റൈസ്ഡ് ആവത്തില്ല, അതൊന്നും ആവത്തില്ല. അപ്പം അങ്ങനെ കയറി പറഞ്ഞ് ആരെയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അത് ഇതും പോയോ, കയ്യിൽ നിന്ന് പോയി, അങ്ങനെ ഒരു ഇത് ഫീലായിരുന്നു. ഞാൻ ഇനി ഇന്ന എടുക്കും നെക്സ്റ്റ്, അങ്ങനെയൊക്കെ നിന്ന ആളാണ് യൂട്യൂബറാണ്. എങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്ക് എത്തിച്ചേർന്നത്? അപ്പോ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ബിഗ് ബോസിന്റെ 4 സീസൺ കണ്ടിട്ടുള്ള ആളല്ല, 4 സീസൺ വരെ ഞാൻ കണ്ടിട്ടില്ല. 5ാമത്തെ സീസൺ ഇപ്പൊ അറിയാം, കണ്ടിട്ട് ഒന്നും കണ്ടിട്ടില്ലെന്നല്ല. സീസൺ 1 തുടങ്ങിയ സമയത്ത് ഞാൻ ലാലേട്ടനെ ഭയങ്കര വലിയ ഫാനാണ്. എനിക്ക് ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ലാലേട്ടൻ്റെ ഒരു സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ലാലേട്ടനെക്കാളും കൂടി ഞാൻ സങ്കടപ്പെടും. അങ്ങനെ എനിക്ക് ഭയങ്കര എനിക്ക് ലാലേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ലാലേട്ടൻ ആരെങ്കിലും കളിയാക്കിയാൽ പോലും എനിക്ക് ഭയങ്കര പ്രശ്നം. അപ്പം എനിക്ക് ലാലേട്ടനെ എങ്ങനെയെങ്കിലും നേരിട്ട് കാണണം, അത് ഭയങ്കര ഇതാണ്. അപ്പോ ലാലേട്ടന്റെ ഒരു എന്ത് ഇന്റർവ്യൂ ഉണ്ടെങ്കിലും എന്ത് ഞാൻ കാണാം. അപ്പൊ ലാലേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ആ സീസൺ 1 ഞാൻ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പൊ വീക്കെൻഡ് ഏറ്റവും ആദ്യം ഇങ്ങനെ കാണും, ലാലേട്ടനെ കാണാൻ വേണ്ടി വീക്കെൻഡ് ആണ്. അപ്പൊ എനിക്ക് ബിഗ് ബോസിൽ അന്ന് വളരെ എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് സീസൺ 1 വന്നത്. അപ്പൊ കുറച്ച് എപ്പിസോഡൊക്കെ കണ്ടു, കൊള്ളാം, രസമൊക്കെ ഉണ്ട്. പക്ഷെ 2-3 സീസണൊക്കെ ആയപ്പോ ഇടക്കിടക്ക് ഞാൻ കാണും. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടെന്നല്ല, അന്ന് എനിക്ക് ഞാൻ ഈ ചെയ്തിട്ടുന്ന ആ പരിപാടി ഉണ്ടല്ലോ ബിസിനസ്, ഞാൻ എവിടെയെങ്കിലും പോയി രാത്രി 10 മണി 11 മണി 12 മണിക്കൊക്കെ ആയിരിക്കും വീട്ടിൽ വരുന്നത്. എനിക്ക് കാണാനായിട്ട് പറ്റില്ല, അന്ന് OTT ഒന്നും ഇല്ലല്ലോ. 4 സീസൺ അങ്ങനെ റെഗുലറായിട്ട് കണ്ടിട്ടില്ല. 5ാമത്തെ സീസൺ ആയപ്പോഴത്തേക്കും റിവ്യൂ ചെയ്യാൻ വേണ്ടി കാണാൻ തുടങ്ങി. അതായത് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് സീസൺ 5 ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ തുടങ്ങി. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സംഭവം ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്, ഒരു സൈക്കോളജിക്കൽ പരിപാടി. എനിക്ക് ഈ സൈക്കോളജിക്കലായിട്ടുള്ള ഇപ്പൊ ഓരോ വ്യക്തികളെ മാനസികമായിട്ട് നേരിടുക എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായിട്ട് നേരിടുന്നതിനേക്കാൾ ഇതിലൂടെ രസമുള്ള പരിപാടിയാണ്. അത് ആ ഓപ്പോസിറ്റ് നമുക്ക് എപ്പോഴും കിട്ടില്ല, നമ്മൾ വേറെ ഏത് മേഖലയിൽ പോലും കിട്ടില്ല. മാനസികമായിട്ടുള്ള നേരിടുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിന്റെ ഭാഗമായ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സീസൺ 5 മൊത്തം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ സീസൺ 6ന്റെ ഭാഗമായിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ കാര്യങ്ങൾ ശ്രമിച്ചു. അപ്പോൾ ഞാനൊന്ന് റിയാക്ഷൻ വീഡിയോസും ക്രൈം സ്റ്റോറീസും ആണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു, സിജോ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഉണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടില്ല. കാരണം അന്ന് ഞങ്ങള് വിടില്ല, 100 ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇതിപ്പോ എന്റെ സ്വന്തം ആരാണെങ്കിലും അങ്ങനെ ചെയ്യൂ, പറയത്തുള്ളൂ.
അപ്പോ അത് മാത്രമല്ല, ഞാൻ പെണ്ണ് കണ്ടിട്ട് നിൽക്കുക. ഞാൻ ഇവിടെ പോയി പെണ്ണ് കണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോ മിണ്ടുന്നേ ഇല്ല. കാരണം പെണ്ണ് കണ്ടപ്പോൾ പപ്പ എനിക്ക് പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യാം, നമുക്ക് 2024 ജാനുവരി ആകുമ്പോ കല്യാണം നടത്തിയേക്കാം. അപ്പൊ ഞാൻ ചോദിക്കാൻ പറ്റില്ല, ഞാൻ ബിഗ് ബോസിൽ പോകാൻ പോകുന്നല്ലേ ഉള്ളൂ. അത് പറയാനും പറ്റത്തില്ല. ബിഗ് ബോസിൽ പോകാൻ പോകുന്നതുകൊണ്ട് കല്യാണം പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അച്ചുവിന്റെ തൊട്ട് മൂത്ത ചേച്ചി ലിയ എന്ന് പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ലിയ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ പാവം ലിയ, അവൾക്ക് കല്യാണത്തിന്റെ സമയത്ത് അവള് നിറവേറാനൊക്കെ നിൽക്കണ്ടേ, അപ്പൊ അവർക്ക് നമുക്ക് കാര്യം ചെയ്യാം, അവളുടെ ഡെലിവറി കഴിയട്ടെ എന്നിട്ട് നമുക്ക് കല്യാണത്തെ പറ്റി ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു, പിന്നെ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2024 ഒരു ജൂൺ ജൂലൈ കഴിഞ്ഞിട്ട് കല്യാണം എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ കല്യാണം മാറ്റി. കല്യാണം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ബിഗ് ബോസ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്തായിരുന്നു? നിങ്ങക്ക് പറ്റുമോ എന്നെ കാണാതെ? അപ്പൊ ഒരു വർത്താനം, നിനക്ക് എന്നെ 24 മണിക്കൂറും കാണാമല്ലോ, അപ്പൊ നിങ്ങക്ക് എന്നെ കാണണ്ടേ? ഇമോഷണലി ഡീൽ ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞറിയോ, ഇപ്പം നീ ഇപ്പൊ ഇടക്കിടക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോ ഒരു ദിവസത്തിൽ നീ 2-3 വട്ടം വീഡിയോ കോൾ ചെയ്യും. 15 മിനിറ്റ് വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ച് സംസാരിക്കുമായിരിക്കും. കൂടിപ്പോയ ഒരു ദിവസം ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അടിക്കുന്ന നീ എന്നെ കാണുക വീഡിയോ കോളിലൂടെ. പക്ഷെ ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നീ രാവിലെ TV വെച്ച് കഴിഞ്ഞാൽ രാത്രി വരെ ഞാൻ എന്തൊക്കെയാ ചെയ്യണേ, എന്റെ ക്യാരക്ടർ എല്ലാം നിനക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പോകുന്നതല്ലേ നല്ലത്. പിന്നെ ഞാൻ സാമ്പത്തികപരമായിട്ടുള്ള കാര്യം കൂടെ എന്റെ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞോളൂ. ഇതെല്ലാം പറയുമ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഫെയിം കിട്ടും, വീഡിയോസ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, വീഡിയോസിന്റെ വ്യൂസ് കൂടും, അപ്പൊ നമുക്ക് സാമ്പത്തികം കൂടും. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം സമ്മതിച്ചില്ല. അപ്പോഴെനിക്ക് ഒറ്റ ചോദിക്കത്തുള്ളൂ, നിങ്ങൾക്ക് എന്നെ കാണാതെ. പിന്നെ പ്രാക്ടിക്കലായിട്ട്, കാരണം ഇവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ ഓക്കെ. ഇപ്പൊ മാരേജിലേക്ക് വരുമ്പം വീട്ടിൽ സമ്മതിച്ചു, പക്ഷെ നമ്മൾ ഈ 6 years ഓഫ് ലവ് മാരേജ് ആകുമ്പോൾ ഈ 1 year ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണം, കല്യാണത്തിന് ഇങ്ങനെ ചെയ്യണം, കല്യാണത്തിന് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും നമ്മൾ അത്രയും വർഷമായിട്ട് ആഗ്രഹിച്ച് ചെയ്തതുണ്ടോ? മാരേജിന് ഇങ്ങനെ ഒരു ഡെക്കോർ ആയിരിക്കാം, അല്ലെങ്കിൽ സാരിയുടെ കളർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെയല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് നടത്താൻ വെച്ച കല്യാണമായിരുന്നു. നമ്മള് കുറച്ച് അടുത്തുള്ള ഭയങ്കര ക്ലോസ് റിലേറ്റീവ്സ് മാത്രമായിട്ട് നമുക്ക് കല്യാണം നടത്തണം. രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആരും വേണ്ട, വീട്ടുകാരും കുറച്ച് ആൾക്കാർ 50 പേരുടെ വരും. അങ്ങനെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിച്ചത്, വളരെ ചെറുതായിട്ട് ചെയ്യാം. പിന്നീട് ചിന്തിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഈ കല്യാണം നടത്തിയില്ല നമ്മള്. ആ കല്യാണം നടത്തുന്നതിന്റെ ഒരു എൻഗേജ്മെന്റിന് ശേഷം പോലും കല്യാണം ഇങ്ങനെ നടത്തണമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അതായത് ഒരു ബീച്ചിന്റെ സൈഡിൽ നടത്തണമെന്നോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിൽ നടത്തണമെന്നോ നമ്മൾ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. കല്യാണത്തിന്റെ നൈറ്റ് വെഡിങ് വേണം, നൈറ്റ് വെഡിങ് അത് മാത്രം. പിന്നെ അച്ഛന് ഗോൾഡൻ സാരി വേണമെന്ന്. കാരണം എന്റെ സിസ്റ്റേഴ്സ് ഗൗൺ 2 ഗൗൺ ഇട്ടിരുന്നു, എനിക്ക് ഡിഫറെന്റ് ആയിട്ട് സെയിം വേണ്ട, ആ ഒരു രീതിക്ക് ഞാൻ സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എല്ലാവർക്കും. ഇപ്പൊ കല്യാണത്തിലേക്ക് വരുമ്പം ഈ താലി കെട്ടാനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, തീരെ ഇല്ലായിരുന്നു. പ്രാക്ടീസ് ചെയ്തില്ല? ഇല്ല, ഞാൻ എനിക്ക് തല സംബന്ധിച്ചെന്ന് പറഞ്ഞു, എടാ നിനക്ക് തലയിട്ട് അറിയാം, ഒരു മാലയില്ല കഴിച്ചിട്ടാ പോലെ. നമ്മുടെ പോലല്ല, ഞങ്ങളുടെ RCയില് മിന്നിങ്ങനെ 3 കെട്ട് കെട്ടും, ഇത് നേരെ മാല കെട്ടുക, ഇടുക, കൊളുത്തിട്ട് ഞെക്കിയാ മതി. അപ്പൊ രണ്ടുപേരും ഓക്കെ. എന്നിട്ടും വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? പ്രശ്നമില്ല, പള്ളിയിൽ പോലും ആയിരുന്നാ മതി. അതൊന്നും പ്രശ്നമില്ല. എന്നോട് പലരും ചോദിച്ചു മാരേജിന് സിജോക്ക് ടെൻഷൻ ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ കാര്യം ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഇതിനെല്ലാത്തിനുള്ള സാമ്പത്തികം വേണ്ടേ. അപ്പം ഞാൻ സ്ത്രീധനം വായിക്കണില്ല, അപ്പൊ സാമ്പത്തികം എല്ലാം എന്റെ കയ്യിൽ കറക്റ്റായിട്ട് വരണം. ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെയും എനിക്കിപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞാണെന്ന് തോന്നുന്നില്ല. ഭാര്യയാണ് അടുത്ത് കിട്ടുന്നത്, ഇനി വേറെ ആരെയും നോക്കാൻ. ബിലീവേഴ്സിൽ ഒരു സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ കുറെ പെൺകുച്ചുകൾ ഇങ്ങനെ അടുത്തിരിപ്പുണ്ട്. അപ്പൊ ഞാൻ നടന്നു വരുമ്പോഴത്തേക്ക് എനിക്ക് ആരും ഇങ്ങനെ സിജോ ചേട്ടൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആരോ വിളിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പഴയ ഓർമ്മയില്ല, പെൺകൊച്ചിങ് അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഓക്കെ, ഇപ്പോഴും ആ ഒരു റിയലൈസേഷനിലേക്ക് വന്നിട്ടില്ല. എങ്ങനെ അടിയും വഴക്കൊക്കെ ഉണ്ടോ? എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിലൊരു, നമ്മളിപ്പോ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ അകന്നിരിക്കുന്നോണ്ട് എത്ര അടിയൊന്നും നേരിട്ട് കയറുമ്പോ നമുക്ക് ഇത്ര അടിയില്ല, പക്ഷെ ഞങ്ങൾ നേരെ കണ്ടടിയായി പോയി.
ഈ ഒരു 6 ഇയേഴ്സിനുള്ളിൽ അപ്പൊ ചേട്ടൻ ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല? ദേഷ്യപ്പെട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഇൻസിഡന്റ് ചേട്ടന്റെ ദേഷ്യം ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു 3-4 തവണ ആണോ? അത്രേ ഉള്ളൂ. ഒരു മാക്സിമം പോയി ഒരു 5-6 തവണ മാത്രമേ ആ രീതിയിൽ ഏതെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന? ഓർത്തെടുക്കാൻ പറ്റുന്നത് ഒരു ദിവസം വലിയ വഴക്കുണ്ടായി. അതായത് പുള്ളിക്കാരത്തിയുടെ ഒരു സുഹൃത്തിന് കാശ് കടം കൊടുത്തു. കാശ് കടം കൊടുത്തപ്പോ എന്റെ ഇത് പറയുന്നില്ല. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാസം കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ഈ പൈസ എനിക്ക് ചിലവാക്കാനായിട്ടുള്ള കാശ് ഞാൻ എടുക്കും. എനിക്ക് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പൊ എനിക്കൊരു മാസം ഒരു 10-20,000 രൂപ അടിച്ചു പൊളിക്കാനായിട്ട് വേണം. സിനിമ കാണണം, ആരെങ്കിലും കറങ്ങാൻ പോകണം, ഡ്രസ്സ് എടുക്കണം, ഫുഡ് കഴിക്കണം. ഇത് ഞാൻ കുറച്ച് പൈസ മാറ്റിട്ട് ബാക്കി പൈസ മൊത്തം ഞാൻ വിളയിപ്പിക്കും. അത് പുള്ളിക്കാരത്തി ആയിരിക്കും എന്റെ ചിട്ടി അടക്കണതും EMI അടക്കണതും എല്ലാം ഇവൾ ത്രൂ ആണ്. എനിക്ക് പിന്നെ ഞാൻ കാശ് വേണമെങ്കിൽ ചോദിക്കും, എനിക്ക് കുറച്ച് കാശ് തരൂ, ഞാൻ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഒരു സമയത്ത് പുള്ളിക്കാരത്തി, ഇവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ലത്, പുള്ളിക്കാരത്തി എടുത്ത് ഒരാൾ പൈസ കടം ചോദിക്കുന്നു, ഇവളെടുത്ത് പൈസ അങ്ങോട്ട് കൊടുക്കുന്നു. കൊടുത്തിട്ട് എന്റെ കാശല്ല, അവളുടെ കാശ് തന്നെ കൊടുക്കണം. ഇവളുടെ കാശ് കൊടുത്തിട്ട് പുള്ളിക്കാരൻ ഒരു 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് തന്നില്ല, 3 മാസം കഴിഞ്ഞ് തന്നില്ല, 4 മാസം കഴിഞ്ഞ് തന്നില്ല, ഇട്ട് വലിപ്പിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി അത് ചോദിക്കുന്നേ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ നീ എന്ത് ഇത് ഞാൻ അറിഞ്ഞു. അതപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്ത് ചോദിക്കാത്തത് എന്താ, ചോദിക്കണ്ടേ, അത് ഇതാണ്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ വേറെ ആരോ വഴി പിന്നെയും കാശ് വാങ്ങിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നീ തിരിച്ചു ചോദിക്കണം. അപ്പൊ ഞാനിങ്ങനെ വഴക്ക് തുടങ്ങിയത് എൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട് അറിയാമല്ലോ, പിന്നെ അയാളുടെ അടുത്ത് എന്താ കാശ് വാങ്ങിച്ചത്, എന്താ കാശ് വാങ്ങിക്കണം, മിസ്റ്ററുടെ കാശ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരത്തി അപ്പോൾ പോട്ടെ, ഇതാണ് ആ കാശ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ദേഷ്യമായി. കാരണം വേറെ കൊണ്ടല്ല, ഈ കാശ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കാൻ കുറെ പാടാന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായി. അന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കായപ്പോഴത്തേക്കും ഞാൻ ശരിക്കും അന്ന് ഞാൻ ഷൗട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് അതേ ഓർമ്മയുള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്തിട്ടൊക്കെ മച്ചു ഒന്ന് ഡ്രൈവ് ചെയ്യൂ, ഞാൻ ഈ ഇതൊന്ന് എഡിറ്റ് ചെയ്തോട്ടെ, തമ്പനിയിൽ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തോട്ടെ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കല്യാണത്തിന് മുന്നേ ഞാൻ വെറുതെ ഇരിക്കുകയെന്നാണ് പുള്ളിക്കാരുടെ ധാരണ. അതായത് ഞാൻ ഒന്ന് എപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ട് വെറുതെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്നോ തമ്പനിയിൽ ഉണ്ടാക്കുകയാണെന്നൊക്കെ പുള്ളിക്കാരത്തിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പൊട്ടിപ്പോയ സമയത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളാണ് ഞാൻ ദേഷ്യം വന്നിട്ടുള്ളത്. പൊതുവെ എനിക്ക് ദേഷ്യം കുറവാണ്. നമ്മൾ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാറ് ഗിഫ്റ്റ് കിട്ടിയ ഒരു സംഭവമുണ്ട്, ചേച്ചി വാങ്ങി തന്നതാണെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു ആക്ച്വൽ സംഭവം? അങ്ങനല്ല, അത് നമ്മള് കാറല്ല വാങ്ങിച്ചു തന്നെ, കാറിന് അഡ്വാൻസ് പുള്ളിക്കാരത്തി എന്നോട് പറയാണ്ട് കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. അത് സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് ആയിരുന്നു. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ട് സംഭവിക്കുന്നതല്ല. ഞാൻ കാറ് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കാൻ വേണ്ടിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പൊ പെട്ടെന്ന് ഒരു സുഹൃത്താ പറയുന്നത്, സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കണ്ട, കാരണം അത് ഓൾറെഡി ഇനിയിപ്പോ നീ കുറച്ച് നാൾ ഇനിയും മുന്നോട്ടൊക്കെ പോകാനുള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് നല്ല കാർ വാങ്ങിക്കാം. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓർത്തു ടാറ്റയുടെ വണ്ടി എടുക്കാം, ആൾബോസ് എടുക്കാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഷോറൂമിൽ പോകുന്നു, വണ്ടിയൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നൊരു ദിവസം നോക്കിയിട്ട് ആ ദിവസം കൊണ്ട് ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തേക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോ എന്റെ സുഹൃത്തുണ്ടല്ലോ, എന്റെ കൂടെ ഉണ്ടെന്ന് വിരിച്ചേട്ടനും ഇവിടെ തമ്മിൽ നല്ല കൂട്ടാം. ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛൻ്റെ ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അവർ ചോദിച്ചു എന്നാ അഡ്വാൻസ് എന്നാ കൊടുക്കണം. അപ്പൊ ഞാൻ ഇന്ന ദിവസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എന്നിട്ട് വിളിച്ചേട്ടനായിട്ടാണ് ഞാൻ പോയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ വിളിച്ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ട് ആ ഷോറൂമിലെ ആൾക്കാരെ ഇവള് സംസാരിച്ചിട്ട് എന്നോട് പറയാണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് എനിക്ക് അതിന്റെ റെസിപ്റ്റ് എനിക്ക് തരുമായിരുന്നു. അങ്ങനെ ചെയ്തു. ഓക്കെ, അടിപൊളിയായിരുന്നല്ലേ? അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ ആക്ച്വലി? സോ ഇത്രയും നേരം എല്ലാ തിരക്കുകളിൽ നിന്നും മാറ്റി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് വേണ്ടി ടൈം കണ്ടെത്തി വന്നതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് ഇത് കണ്ട ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്കും ഒരുപാട് താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.